ഇപ്പം ചോദിക്കുന്നവർക്ക് സിനിമ ഉണ്ടോ ചോദിക്കുമ്പോഴത്തേക്കിനും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ പറയും അങ്ങനെയൊക്കെ പറയല്ലേ പറയണം. ഇല്ലെങ്കിലും ഉണ്ട്, കേട്ടുകൊണ്ടിരിക്കുകയാണ് കേൾക്കുന്നു. നമുക്കൊരു ചമ്മലല്ല എന്ന് പറയാനുള്ളത്. അപ്പൊ അതിനെ ഞാൻ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തിനും കുറ്റം പറയാൻ പറ്റില്ല. അതെ പറ്റില്ല എന്നുവെച്ചാൽ പുള്ളിക്കാരത്തി അങ്ങനെ പറയുകയാണ്, പോടാന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന ഒരാളായിരിക്കും. അവര് തമ്മിലുള്ള ഒരു ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവർ തമ്മിലുള്ള റാപ്പ് അങ്ങനെയായിരിക്കും, നമ്മൾ തമ്മിലുള്ള റാപ്പ് അങ്ങനെ ആയിരിക്കത്തില്ല. ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പം ചിലപ്പം എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് ഓൺ ദി സ്പോട്ടിൽ നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ല. പിന്നെ നമ്മൾ പിന്നീട് പോയി ചിന്തിക്കുമ്പോഴായിരിക്കും ഓക്കെ ഞാൻ അന്ന് അങ്ങനെ റിയാക്ട് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു ഐഡിയ അല്ല ഒരു അറിവ് ഉണ്ടാവുക. It differs other Yes. than For me, I am taking Basil Joseph as inspiration. Oh. So I wanted to be like that. I wanted to be like, you know, the family type of roles, those type of things, and then direction also he has. റിഗ്രറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടോ ഏതെങ്കിലും സിനിമ പോയതിന്റെ അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഓൾ ദി ഇമാജിനേഴ്സ് ലൈറ്റ് അതിന്റെ ഞാൻ പറഞ്ഞിരുന്നു. അതെ പറഞ്ഞു. അല്ലാതെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ കയ്യിൽ കൊണ്ട് പോയതൊക്കെ ഉണ്ട്. 2014, I think it's a very big year for Malayalam industry. Like you have done like so many 100 crores films and all that. So before that, we have started our project. Okay. And we thought like, okay, we are in the right time and this thing, because anyone producer is like an investor. Yes. So they invest in something which is developing, like developing country, developing areas, like that. And this Malayalam industry is going to be a very big industry. മണ്ടത്തരങ്ങളാണെങ്കിലും സ്വന്തം തന്നെ ചെയ്യുക, നല്ലതാണെങ്കിലും ഒരു ഇന്ന വോയിസ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഞാൻ എടുത്തുചാട്ടം നല്ലോണമുള്ള ഒരാളാണ്. അപ്പോൾ മണ്ടത്തരങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു കിട്ടാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ തെറ്റിപ്പോകുമ്പോഴത്തേക്കിനും അതൊന്ന് ലേൺ ചെയ്യും. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ച മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ്. മെയ് 30 റിലീസ് ആകാൻ പോകുന്ന സൂത്രവാക്യം മൂവിയുടെ കാസ്റ്റ് ആൻഡ് ദ പ്രൊഡ്യൂസറാണ് എൻ്റെ കൂടെയുള്ളത്, വിൻസി അലൂഷ്യസ് ആൻഡ് ശ്രീകാന്ത്. ഹലോ, വെൽക്കം. മൂവിയും ഈ ഒരു പേരും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ജോണറാണ്? ഹൗ ഇസ് ഇറ്റ്? സോ ഇത് ബേസിക്കലി ഒരു കുറച്ച് സ്റ്റുഡൻസിനെ കേന്ദ്രീകരിച്ചുള്ളൊരു അവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ കേന്ദ്രീകരിച്ചുള്ളൊരു മൂവിയാണ്. ഓക്കെ. അപ്പം സൂത്രവാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാലോ കുറേ മാത്സും കാര്യങ്ങളൊക്കെ. സോ ഇതിലൊരു ഇവന്റ് നടക്കുന്നുണ്ട്. അപ്പം അതിലും ഒരു ചെറിയൊരു ഒരു കാര്യങ്ങളുണ്ട്, പറഞ്ഞു പോകുന്നുണ്ട്. സോ അപ്പം ഒരു സൊല്യൂഷൻ അതിലൊരു പ്രോബ്ലം നടക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ബേസിക്കലി ഫുൾ സ്റ്റോറി. സോ ദ നെയിം, അതാ ഞാൻ പറഞ്ഞ ആ പേര് തന്നെ കുറച്ച്. അപ്പോൾ സീരിയസ് ജോണർ ആണോ അതോ അങ്ങനെയുണ്ടോ പറയാൻ? സീരിയസ് ജോണർ ആണോ, ഓർ ഈസ് ഇറ്റ് സം കോമഡി ഓർ ഡ്രാമ വാട്ട് ഇറ്റ് ഇസ്? ഒരു ത്രില്ലർ എന്ന് വെച്ചാൽ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു ചെറിയൊരു ത്രില്ലർ സ്വഭാവമുണ്ട്. പക്ഷെ അതിന് ലൈറ്റ് ആക്കാൻ കുറെ പിള്ളേരൊക്കെ ഉണ്ട്. ആൻഡ് ലൈറ്റർ ആയിട്ടുള്ളൊരു ത്രില്ലറാ അല്ലേ? ഓക്കെ. നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു, നോർമലി ഞാൻ ഷെഡ്യൂൾ ചെയ്തിരുന്നത് ഒരു 45 ദിവസത്തേക്കാണ്, പക്ഷെ ഞാനത് 39 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നത് കേട്ടു. സോ ഹൗ കോൺഫിഡൻറ്റ് നിങ്ങളെല്ലാവരും ആയിരുന്നു ആ ഒരു അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തീർക്കാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെപ്പറ്റി ഒന്ന് പറയും. ഡയറക്ടർ, മൂവിയുടെ ഹോൾ ഒരു സെറ്റപ്പ്, നിങ്ങളുടെ ഒരു ആ സമയത്തുണ്ടായിരുന്ന ഒരു ഫീലൊക്കെ എന്ന് പറയും. ഞാനൊരു ക്യാരക്ടർ റോളാണ് ചെയ്യുന്നത്. ഈ പിള്ളേരെ മേയ്ക്കുന്ന ഒരു ടീച്ചറിൻ്റെ ഒരു റോളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഫ്യൂ ഡേയ്സ് ആയതുകൊണ്ട് തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു ലൊക്കേഷൻ. അപ്പോൾ പോയി വരുമായിരുന്നു. അപ്പം കുറച്ച് സമയം എനിക്ക് അവിടെ കിട്ടിയിട്ടുള്ളൂ. ആൻഡ് കൂടുതൽ ഇപ്പം വർക്കിംഗ് വിത്ത് ദം, ഡയറക്ടർ ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും നല്ലൊരു ടീമായിരുന്നു. വെരി കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു ടീമായിരുന്നു. ആൻഡ് കൂടുതൽ വിവരങ്ങൾ എനിക്ക് തോന്നുന്നു The movie came out very good. We are very confident on the movie. But because we have like very less time and we only have like 12 days more. Okay. So to release. To release. So we have like a lot of things to finishing those things. So our director is working on that right now. So he's busy there. He's busy there. That's the reason I have to sit here. Otherwise, you can ask that question to the director. Yes. I wanted to ask him all this. Yeah. And also, this movie, the writer is Regin is from Pendulum. Yeah. So he has basically made all the things together, and I actually accepted this story and everything because by seeing the Pendulum, I know the output, how it comes. I was about to ask you are coming from Andhra, right? Yes. So how did you you decided to take a Malayalam film? I was about to ask that. I love Malayalam films. Even before COVID, generally
the whole India is watching Malayalam films after COVID, but I was watching before COVID itself, and I was in US. I am from US actually. Okay, so you studied in New York Film New York Academy? Film Academy as a direction and all that. Yeah, I love films, so I did that. So I was looking into and 2014. I think it's a very big year for Malayalam industry. Like you have done like so many 100 crores films and all that. So before that, we have started our project, and I thought like, okay, we are in the right time and this thing, because anyone producer is like an investor. Yes. So they invest in something which is developing, like developing country, developing area, something like that. So in this Malayalam industry is going to be like very big industry going forward. So I thought like, why would I be the part of it initially? So that's a bit. Nice. തെയ്യം ഫാക്ടർ ഇസ് ദർ. അത് കാണിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ, അതൊരു സീരിയസ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആസ്കിങ്. അതൊരു ക്ലൈമാക്സ് പോർഷനിൽ വരുന്നൊരു സീനാണ്. ലൈക്ക് അതൊരു നല്ലൊരു അതിലൊരു തെയ്യം കണക്റ്റഡ് ആയിട്ടൊരു ഒരു പോർഷൻ വരുന്നുണ്ട്. തെയ്യം എവിടെ വന്നോ അതെല്ലാം ഹിറ്റ് ആയിട്ടുണ്ട്. തെയ്യം wherever it comes there, that's why I asked you where are you from. Normally when Kannadigas and Malayalis combine together, there will be a തെയ്യം factor around. That's why I just asked you. No, everyone was comparing that with Kantara. But when you said like Palakkad, right, the area is like we need that mood for the film. So that's the reason, and also the police officer goes into some small place, and where he teaches the students of government school and all that. And after that, the thrilling moment comes. Even then, we need that greenery. If you saw the teaser, right, you get that feel of it. So that's the reason Palakkad. Coming to Theyyam, right? See, as she said, Theyyam, thriller, the family thing, everything is included in it. It's we cannot say that it's like a complete thriller or it's a complete something based of like something like a Kantara. But it's a mix of everything, and people will feel very good after watching the movie. When they comes out, they'll feel like good. We watched a very good film. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ വിൻസിയുടെ ഈ ഇടയ്ക്ക് വിൻസി ഒരിടത്ത് പ്രസംഗിക്കുന്ന കേട്ടു. അതായത് എൻ്റെ അഹങ്കാരം അഹങ്കാരം കാരണം എനിക്ക് ചില മൂവീസ് പോയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ടോ ഏതെങ്കിലും സിനിമ പോയതിൻ്റെ, അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഓൾവേ ഇമാജിൻ ലൈറ്റ്, അതിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു. അതെ അതിൽ പറഞ്ഞു. അതല്ലാതെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് പോയതൊക്കെ ഉണ്ട്. ഞാൻ വിൻസി ഇരിക്കുന്നതുകൊണ്ട് വിൻസിയോട് ചോദിച്ചറിയണം. തീർച്ചയായിട്ടും കാര്യങ്ങളുണ്ടാവും അതർ ദാൻ മൂവീസ്. ഞാൻ ഭയങ്കര ഡീപ്പായിട്ട് ഇഫ് യു ആർ കംഫർട്ടബിൾ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ അതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ മൂവിയുടെ ഇടയിൽ നമുക്ക് പല പ്രശ്നങ്ങളും വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു ആക്ടറിൻ്റെ, നമ്മുടെ സീനിയർ ആക്ടറിൻ്റെ ഒരു പോയിന്റ് ആയിരുന്നു. അപ്പോൾ എനിക്കത് കുറച്ച് എന്താ പറയുക, മേ ബി ഈ ഒരു ഏജിൽ നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് തോന്നിയതായിരിക്കും. നിങ്ങൾ സിനിമയിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ചെല്ലാം ബോൾഡായിരിക്കണം. ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ബോൾഡായിരിക്കണം, വന്നു കഴിഞ്ഞാൽ നീ പോടാ എന്ന് പറഞ്ഞിട്ട് പോകണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിനോട് ശരിക്കും വിൻസിക്കുള്ള സ്റ്റാൻഡ് ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഒരു ഗ്രാജുവൽ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതെല്ലാം നടന്നേക്കും. അപ്പോൾ അതിനെപ്പറ്റി വിൻസിക്ക് ഒരു സ്റ്റാൻഡ് പറയാനുണ്ടെങ്കിൽ എന്നോർത്ത് ചോദിക്കുന്നു. ഇല്ല, അത് ഓരോരുത്തരുടെ എനിക്ക് തോന്നുന്ന പെർട്ടിക്കുലർ ആ പേഴ്സണെ വെച്ചിട്ടായിരിക്കും ആർട്ടിസ്റ്റ് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവുക. ബിക്കോസ് ആ ആർട്ടിസ്റ്റിൻ്റെ അടുക്കെ ആ പെർട്ടിക്കുലർ നമ്മളുടെ ആ ആർട്ടിസ്റ്റ് എങ്ങനെയാണ് നിന്നത്, ആ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും ആർട്ടിസ്റ്റ് പറയുന്നുണ്ടാവുക. അപ്പം ആ സെയിം എക്സ്പീരിയൻസ് ആയിരിക്കില്ല എനിക്ക് ഉണ്ടായിട്ടുണ്ടാവുക. സോ ഇറ്റ്സ് ഡിഫേഴ്സ് അല്ലെ, ഓരോ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാറും. അപ്പോൾ പുള്ളിക്കാരത്തിനും കുറ്റം പറയാൻ പറ്റില്ല. പറ്റില്ല എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി അങ്ങനെ പറയുകയാണ് പോടാന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന ഒരാളായിരിക്കും. അവർ തമ്മിലുള്ള ഒരു ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ തമ്മിലുള്ള റാപ്പ് അങ്ങനെയായിരിക്കും, നമ്മൾ തമ്മിലുള്ള റാപ്പ് അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ആ എക്സ്പീരിയൻസിൽ വെച്ചിട്ടായിരിക്കും ആർട്ടിസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. ഞാനത് ചോദിക്കാൻ കാരണം, ഇപ്പം വിൻസി നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മളിപ്പം മീൻസ് ഒരു യങ് ആയിട്ടുള്ള ഒരു ആക്ടേഴ്സ് ആണ് നിങ്ങളെല്ലാവരും. അതൊക്കെ പോസിബിൾ ആണോ? ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അല്ല, ഞാൻ അത് വെറുതെ ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇപ്പം കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, എന്നെക്കാട്ടി യങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ. അവർക്കൊന്നും അങ്ങനെ മുഖത്തോക്കി പറയാനുള്ള സ്പേസ് ഉണ്ടാവില്ല. എനിക്ക് ഉണ്ടാവുമോ എന്നുള്ളതല്ല, പക്ഷെ ഞാനാണെങ്കിലും അങ്ങനെ പറയത്തില്ല. മനസ്സിലായി? നമ്മൾ നിൽക്കുന്ന സ്പേസ് വേറെ ആയിരിക്കും,
ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു ആർട്ടിസ്റ്റാണ്. എനിക്കങ്ങനെ പറ്റില്ല. ഓരോ പേഴ്സണാലിറ്റി വെച്ച് ഡിഫറെൻ്റ് ആയിരിക്കും എങ്ങനെ റിയാക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉണ്ട് ഒത്തിരി ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് നെഗറ്റീവായിട്ടൊരു ഇൻട്രാക്ഷൻ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്താൽ അത് നമുക്കെതിരെയാകും, അവർക്ക് പേടിയുണ്ടാവും, ഫിയർ ഉണ്ടാവും. സോ അവർ റിയാക്ട് ചെയ്യത്തില്ല. ഞാൻ ആ സമയത്ത് അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനും കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നീടാണ് ഞാൻ സിനിമ സെറ്റിലുള്ള ആളുകളായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പം ഓൺ ദ സ്പോട്ട് റിയാക്ട് ചെയ്യാന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി പോലെ ഇരിക്കും. ചിലർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. പിന്നെ ഒരു എന്താ പറയുക, ആ ഒരു മൊമെന്റിൽ തോന്നുന്ന ഒരു ഇതും കൂടിയാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല. പിന്നീടായിരിക്കും നമ്മൾ ചിലപ്പോൾ ആലോചിക്കുന്നില്ല നമുക്ക് ചെയ്യാമായിരുന്നു. ഇപ്പൊ എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം എനിക്ക് നെക്സ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പം വേണമെങ്കിൽ റികളക്ട് ചെയ്തിട്ട് ഓക്കെ ദിസ് ഹാപ്പനിങ് അഗെയിൻ ആൻഡ് ഐ ക്യാൻ റിയാക്ട് എന്ന് വരാം. ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പം ചിലപ്പം എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ല. പിന്നെ നമ്മൾ പിന്നീട് പോയി ചിന്തിക്കുമ്പോഴായിരിക്കും ഓക്കെ ഞാൻ അന്ന് അങ്ങനെ റിയാക്ട് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു ഐഡിയ അല്ല ഒരു അറിവ് ഉണ്ടാവുക. അപ്പോൾ ഡിഫേഴ്സ്. അത് തന്നെ ഡയറക്ടർ ഈ പ്രസ് ബ്രീഫിങ്ങിൽ പറയുന്നത് കേട്ടു, ഞാൻ ഇങ്ങനെയല്ല ആദ്യം തന്നെ മീഡിയയെ വന്നിട്ട് ബ്രീഫ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു ഈ മൂവിയെ പറ്റി. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ടെൻസ്ഡ് ആയിരുന്നോ, യു ആൻഡ് ഡയറക്ടർ? മൂവീനെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഞാൻ വെറുതെ ചോദിക്കുന്ന, ബിക്കോസ് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പല ആൾക്കാർ പലതരത്തിൽ വേണമെങ്കിൽ റിയാക്ട് ചെയ്യാം അല്ലേ, ദ അസോസിയേഷൻ, എവ്രിവൺ. സോ I put like a lot of money into this movie, and suddenly I was sitting in Hyderabad, and we were working on other project. We have like immediate project we are doing. This is my 8th one. Okay. There is a 9th production. We are immediately rolling on to the new productions. So when we were doing it, suddenly see, most of the things. First, I'll let you know my thing. In on the set also, almost 80 to 90% things won't come up to me. It will be cutting off just because I'm in a place of producer's place, and also the second thing is I don't understand half of it. Yeah. Okay. So even half jokes like everyone is laughing, I don't understand. So that at that time it was like that. So I exactly don't know what's happening there. But then when I was in Hyderabad, even the news media, right? It's not. It was read in Malayalam. Yeah. So I needed to translate and all that. So I didn't think about then Sutravakyam. Suddenly we didn't start any promotion. Our PR was like, why people are talking about Sutravakyam. Then we got calls from associations, yes. chamber. When they get involved, that's why I asked. Exactly. So they got some calls from government and all that. So the pressure has come first. That's the reason I didn't sleep there 3 days. You see, my face was bubbled up at that time when I was giving that this thing, and I just landed and I took the thing and I was just telling them like this is what happened. So my request, even now, my request is. As I told you, right, the content is very good. Yes. If we are not confident about our content, people were saying that this is marketing, this and all that. So people will keep saying that. Still, people are saying that. If you're not confident about content, we would have done something like that, or maybe some people have done something like that. But we are confident about the content, so we don't need to go that route to get the attention from this thing. And also, that is very sensitive issues. Yes. No one wanted to do a marketing PRO with sensitive purposefully issues. Never, no Definitely. one tries to. Yeah. ഞാൻ ഈ വിൻസീസ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഈ പാപ്പരാസീസ് നമ്മളിപ്പോൾ പറയും, കുറേ സോഷ്യൽ മീഡിയ ചാനൽസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഓർത്തില്ല ഇങ്ങനെ ഇന്റർവ്യൂവിന് വന്ന് കിട്ടും എന്നൊന്നും. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിൻസിയുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് എന്തുണ്ട് ചേച്ചി എന്തുണ്ട്, അപ്പോൾ വിൻസി ചാടിക്ക് വന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കണു. വിൻസി പറഞ്ഞൊരു രീതി ഉണ്ടല്ലോ, ഇപ്പൊ എന്താ പറയാ എനിക്ക് ഇത്ര എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഓർത്തയില്ല, പക്ഷെ ഞാൻ എന്നെ കണ്ടപ്പോൾ ശ്രദ്ധിച്ച ഒരു പോയിന്റ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഇല്ലാണ്ട് പടം ഇല്ലാണ്ടിരിക്കുന്ന സാഹചര്യവും ചിലപ്പോൾ ഉണ്ടാവും. ഈ സമയങ്ങളിലെല്ലാം വിൻസിക്ക് ഒരു പേഴ്സണലി അല്ലെങ്കിൽ പ്രൊഫഷണലി ഗൈഡ് ചെയ്യുന്ന അങ്ങനെ ഒരാളുണ്ടോ, എനിക്ക് ഒരു സ്ട്രെങ്ത് തരാൻ എന്ന് പറയുന്നത്? നമ്മുടെ ഫാമിലി ഒബ്വിയസ്ലി ഉണ്ടാവും. ഇല്ല, മണ്ടത്തരങ്ങളാണെങ്കിലും സ്വന്തം തന്നെ ചെയ്യുക, നല്ലതാണെങ്കിലും ഒരു ഇന്നർ വോയിസ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഞാൻ എടുത്തുചാട്ടം നല്ലോണം ഉള്ള ഒരാളാണ്, അപ്പോൾ മണ്ടത്തരങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു കിട്ടാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ തെറ്റിപ്പോകുമ്പോഴത്തേക്കിനും അതൊന്ന് ലേൺ ചെയ്യും, ചിലത് അൺലേൺ ചെയ്യും, അങ്ങനെ പോകുന്നതാണ്. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ സിനിമ ഇല്ലെങ്കിൽ അത് പറയാനൊരു
മടി ഉണ്ടായിരുന്നു. മടിയെന്ന് മാത്രമല്ല, അയ്യോ അതൊരു ഫിയർ ഉണ്ടായിരുന്നു. മുന്നോട്ട് പോവില്ലേ, ഇനി എന്തായിരിക്കും, ആ ഒരു ഫിയറും എല്ലാം ഭയങ്കര ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള, എന്തിനാണ് അത് അങ്ങനെ ചെയ്തിട്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഇപ്പം. ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് മനസ്സിലാവും ഉള്ളത് ഉള്ള പോലെ പറഞ്ഞു. ചിലപ്പോൾ കുറേ പേര് പറയുമായിരിക്കും, ഓ ആൾക്ക് സിനിമയില്ല, പറഞ്ഞോട്ടെ, അതുകൊണ്ട് ഇപ്പം നമ്മുടെ ലൈഫൊന്നും മാറാൻ പോകുന്നില്ലല്ലോ. റിയാലിറ്റി കുറച്ചും കൂടി ഇപ്പം ആൾക്കാരുടെ മുന്നിൽ റിയൽ ആയിട്ടിരിക്കാനാണ് ശ്രമിക്കുന്നത്. കുറച്ചും കൂടിയും റിയൽ ആയിട്ടിരിക്കുമ്പോഴത്തേക്കിനും ചിലപ്പം ഇപ്പം ചോദിക്കുന്നവർക്ക് സിനിമ ഉണ്ടോ ചോദിക്കുമ്പോഴത്തേക്കിനും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അമ്മ പറയും അങ്ങനെയൊക്കെ പറയല്ലേ പറയണം, ഇല്ലെങ്കിലും ഉണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേൾക്കുന്നു. നമുക്കൊരു ചമ്മലല്ലേ ഇല്ല എന്ന് പറയാനുള്ളത്. അപ്പൊ അതിനെ ഞാൻ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ റിയാലിറ്റി എന്താണോ അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇല്ലെങ്കിൽ ഇല്ല, കിട്ടിയാ കിട്ടി, അത്രേ ഉള്ളൂ. പക്ഷേ ഇൻസ്പിറേഷൻ she herself is the inspiration. പക്ഷെ നമ്മൾ സ്റ്റേറ്റ് അവാർഡ് മീൻസ് when we see her film career, she has done so many best films. പക്ഷെ അത് വെച്ചിട്ട് നോക്കുമ്പോഴാണ് ഇനി പറയുന്നത്. അപ്പൊ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ തുറന്ന് പറയാനാണെങ്കിൽ പോലും ആ കാണിക്കുന്ന ഒരു, ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഒന്നിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. ഒന്നിൻ്റെ പുറകെ ഒരു സിനിമ കഴിഞ്ഞു, അത് ഇപ്പം രേഖയ്ക്ക് മുന്നും ജനഗണമനയെന്ന് ഒരു അപ്രിസിയേഷൻ കിട്ടി, നമുക്ക് പോരാ, ഇനിയും വേണം എന്നുള്ളത് നിൽക്കാനേ പോകുന്നില്ല. അപ്പം എന്താണൊരു എറ്റേണൽ ഹാപ്പിനെസ് എന്നുള്ളൊരു സാധനത്തിലൂടെ നമ്മൾ കടക്കത്തില്ലേ. എത്ര ചെയ്താലും എത്ര പൈസ കിട്ടിയാലും ഒന്നിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ടാവുമ്പോഴൊരു ഇത് വരുമല്ലോ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ജെനുവനായിട്ട് റിയൽ ആയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കുറേ നെഗറ്റീവ് ക്ലാഷസ് ഉണ്ടാവും, പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ജെനുവനായിട്ട് നിന്നു, റിയൽ ആയിട്ട് ഞാൻ ജീവിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരും. അതിലങ്ങനെ പോട്ടെ എന്നുള്ളത്. ഇപ്പൊ ഈ ഒരു ഇൻസിഡന്റും കാര്യങ്ങളും ഒക്കെ നടന്നതിന് ശേഷം മീൻസ് എനിക്ക് തോന്നുന്നു എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് അത് കാണുമ്പോൾ തീർച്ചയായിട്ടും, അതാ ഞാൻ പറഞ്ഞ വിൻസി കാണിക്കുന്ന ഓരോ ഇവർ വന്ന് ചോദിക്കുമ്പോൾ പോലും കാണിക്കുന്ന ഒരു ഗസ്റ്റേഴ്സ് പോലും നമ്മളെ പോലെ തന്നെ വിൻസി അതിന് പ്രതികരിക്കുന്നു എന്നാവുന്നത്. ആ മീഡിയ ഫീൽഡിലുള്ള ഐ മീൻ സിനിമ ഫീൽഡിലുള്ള ആരെങ്കിലും വന്നിട്ട് മോളെ നീ ചെയ്തതാ ശരി എന്ന് പറയാൻ ഇടയായിട്ടുണ്ടോ? അങ്ങനെ ആളുകൾ ഉണ്ടായിട്ടുണ്ടോ? അത് എനിക്ക് അറിയില്ല, മേ ബി വളരെ ചുരുക്കമായിരിക്കാം. എന്നാലും ഞാൻ മിൻസിയോട് ചോദിക്കാം. ഇല്ല, ചിലർ പറയും, എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, ചിലരൊക്കെ വന്നിട്ട് പറയും യു ആർ ഓൺ ദി റൈറ്റ് ട്രാക്ക് എന്ന് പറയും. അപ്പം തന്നെ ഞാൻ പൊളിഞ്ഞു. വെരി നെക്സ്റ്റ് ചിലപ്പോൾ അവർ പറഞ്ഞത് കൊണ്ടായിരിക്കില്ല, എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫ്ലോപ്പ് ആയിരിക്കും, ഞാൻ വെക്കുന്ന സ്റ്റെപ്പ് ചിലപ്പോൾ റോങ് ആയിരിക്കും. സോ അവർ വാട്ട് അതേഴ്സ് ചെയ്യും, ചിലപ്പം നമ്മൾ പറയും യു ആർ ഡൂയിങ് ദ റൈറ്റ് തിങ് എന്ന് പറയും, ചിലപ്പോൾ റോങ് തിങ് ആണെന്ന് പറയും, അത് നമുക്ക് റൈറ്റ് ആയിട്ട് തോന്നും. സോ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു ഇപ്പം ഞാൻ കേൾക്കാറില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്കറിയാമല്ലോ, ഒരു ചെറിയ ഇപ്പം വന്നിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് ശരിയായില്ല, ഇപ്പം എൻ്റെ ഉള്ളിലും കൂടി ഉണ്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. ചിലർ വന്ന് പറയുമ്പം നോ, ഇത് എനിക്കും തോന്നുകയാണ് ഇല്ല എനിക്ക് റൈറ്റ് ആയിരുന്നു, അവർ പറയുന്നത് എന്തോ വേറെ എന്തിൻ്റെ പുറത്ത് പറയാമെന്നൊന്നും ഞാൻ ചെയ്യത്തില്ല. ഐ ഓൾവേസ് ലിസൺ. ഒരു ഇന്നർ വോയിസ് ഉണ്ട് എൻ്റെ ഉള്ളിൽ, ഗട്ട് ഫീലിംഗ് ഉണ്ട്, ഇൻറ്റ്യൂഷൻ ഉണ്ട്, അതിൽ എന്നെ പോകും. It's not only about the issue. Anything what you do, that some people will like it, some people won't like it. What you think about the thing is what. Even if you take a decision, you're coming into film industry. Some people like, some people doesn't like it. Yes. So any idea, anything you're thinking about, it comes with like that. And for the state award, the thing, when they initially I don't know anyone in the Malayalam industry, then they said like, oh, Vinci is in our this thing. Like my director was very excited. Why, what happened? Then he said she's a state award winner. Oh, nice then. Then they were telling that our art director also state award winner. Our makeup was state award. And I was like, are you wantedly saying all the state award winners so that I will say okay for you? Then you tell me what's the when the director approached director and the whole team will tell us, right, okay, sir, we got, okay, are you getting me the best team or you're just telling me that so that I get convinced? Like, then later, like when she was acting, I was like very shy. For me, I know Shine because of Telugu industry. He was in Telugu industry. Acted there. He was acting. He got some best villain award for a Dasara. The reason. Okay. So that's what I'm saying. Awards. All the people who they have some awards. This thing. And ദീപക്കേട്ടനുണ്ട്. ദീപക്കേട്ടൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ മീൻസ് വരുമല്ലോ പറയണ, ഈ അടുത്തായി കാണുന്ന എല്ലാ ഫീൽ ഗുഡ് മൂവീസിന്റെ അകത്തും ദീപക്കേട്ടനുണ്ട്. അതൊരു കാര്യം നമ്മൾ പറയാൻ മറന്നുപോയി. നെക്സ്റ്റ് ഒരു മൂവിയിൽ ഒരു കോള് വന്നിരുന്നു, അതിലും ഉണ്ട് എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, സോ ഹീ ഈസ് ഓൾസോ ദെയർ. നമ്മൾ ഇതെല്ലാം പറഞ്ഞു പോയപ്പോ ഇവരുടെ എല്ലാവരുടെയും പ്രസൻസ് പറഞ്ഞില്ല.
അതും പറഞ്ഞു. I didn't know about Deepak even after coming to the set. Then they said Manjmul Boys. Oh, Manjmul Boys. Then I was like, he has made like more than 50 movies. I was like very. But for me, what I felt happy is when initially I started this project. Eugene, the director, is a acting trainer. Yes, acting trainer. Yeah, he was an acting trainer. That's how I met him, and he said like, you know, we have a project. We'll come with Regine, and we got a story, and we built it up. When I thought like, okay, Regine has all the you know, skills of making the film and all that, and he has to make a character arc for this thing, so it will come out very good. This combination. Then we started. But the cast we have selected, they were doing like amazing. Like there is no need of someone coming and training and all that. Even Vincy, when she was doing some that school role, with in the school you were walking and you were doing this thing, right? You are improvising so many things. Like we were like, wow, that's why she got that award. and on the other side, Shine was doing like very good. We were like, oh, both of them were like, oh, it's like very two like great actors were on the coming screen together. You feel like, oh wow, mesmerized. Then I am also acting in that. Yes. Then it's like, oh, I should learn. Oh, this is how I should learn. I should improvise. ഇത് പറയാൻ നേരത്ത് ഇപ്പം മാരിവില്യൻ ഗോപുരങ്ങളാണല്ലോ ഇടയ്ക്കൊരു വ്യത്യസ്തമായിട്ടൊരു രീതി. അല്ലെങ്കിൽ എല്ലാം ഇപ്പം ബെൻസി കുറച്ചിങ്ങനെ സീരിയസ് ആയിട്ട് പോണമാതിരി സീരിയസ് റോൾ ഷീസ് ഡൂയിങ്. അപ്പം നമ്മൾ ഈ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടി ഇപ്പോഴും അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്ത് വരുന്നുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇല്ല, വലിയ രീതിയിൽ വരുന്നില്ല. ഒന്നല്ലെങ്കിൽ സീരിയസ് റോൾസ്, അല്ലെങ്കിൽ ഭയങ്കര കോമഡി ആയിട്ടുള്ള റോളുകളാണ് വരുന്നത്. പത്മിനി, അതുപോലെ സൗദി വെള്ളയ്ക്ക, അതിലൊക്കെ ശരിയായ ഒന്നല്ലെങ്കിൽ ഭയങ്കര എനർജറ്റിക്, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ്. ഇത് രണ്ടുമാണ് വരുന്നത്. ഇതല്ലാതെയുള്ള സട്ടിൽ സാധനങ്ങളിലോട്ടൊന്നും ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. മേ ബി ഞാൻ അങ്ങനത്തെ ഒരു ഇംപ്രഷൻ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. See, now you are also an actor. ഇപ്പം നായികനിൽ കൂടിയാണ് ഷീ കെയിം ത്രൂ എ റിയാലിറ്റി ഷോ ഇൻ ടുവേർഡ്സ് us. അപ്പം നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആരെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു ആക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ആവണം, അങ്ങനെയൊക്കെ തോന്നിയ സംഭവം ഉണ്ടോ? ഈ നായിക മീൻസ് ആർക്കിടെക്ചർ അല്ലേ പഠിച്ചത്, ഇത് കംപ്ലീറ്റ് ചെയ്തോ വിൻസി? ഞാനും ഒന്ന് ശ്രമിച്ചതായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. ആർക്കിടെക്ട് ആസ് വെൽ. സോ അതിൻ്റെ ഇടയ്ക്ക് നായകനിലേക്ക് വന്നു, എന്നിട്ട് നേരെ വന്നു. അപ്പൊ എന്ത് കണ്ടപ്പോഴാണ് ഞാൻ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം? To you also. For me, എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നത് വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരുന്നു. ഇറ്റ്സ് ലൈക്ക് നടിമാരെ കാണാൻ നല്ല ഭംഗിയാണ്, അവർക്ക് നല്ല കാശ് കിട്ടും, നല്ല വീടുണ്ട്, കാറുണ്ട്, അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ട്രാക്കിലോട്ട് പോവാം എന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ ഈ ആർക്കിടെക്ചർ പഠിക്കുന്ന സമയത്താണ് വേറൊരു കോറിലേഷൻ മനസ്സിലായത്. നമ്മൾ ആർക്കിടെക്ചർ പഠിക്കുമ്പോഴത്തേക്കിനും ഒരു ബിൽഡിംഗ് നല്ല നമ്മൾ പുറമെ നിന്ന് കാണുന്ന ഒരു മൂവി, ഒരു ബിൽഡിംഗ്, അതേപോലെ തന്നെ ഒരു ബിൽഡിംഗ് നോർമലി ഒരു എഞ്ചിനീയറിംഗ് ബിൽഡിംഗ് പോലെ അല്ലാതെ സ്ട്രക്ചർ അല്ലാതെ ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ ഇൻ ഡീറ്റെയിൽസ് ആണ്. ഒരു ക്യാരക്ടർ കൊടുക്കുക, ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും പല 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 ക്യാരക്ടേഴ്സ്, സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ, പലതരത്തിലുള്ള നമ്മൾ കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റിലായിരിക്കും ബാക്കിയെല്ലാം പണിത് വരിക. അതേപോലെയാണ് ക്യാരക്ടർ ബിൽഡിംഗ് എന്നുള്ള ഒരു കോറിലേഷൻ അവിടെ നിന്ന് കിട്ടി. അപ്പൊ തൊട്ട് ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഈ ബ്യൂട്ടി അല്ലെങ്കിൽ അതിന്റെ ഒരു ഫെയിം, തിളക്കുള്ള പരിപാടികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിന് വേറൊരു ആർട്ടിസ്റ്റിക് ഒരു സൈഡ് ഉണ്ട് എന്നുള്ളത് കുറച്ചും കൂടി അറിയുന്നത് അപ്പോഴാണ്. ആ സമയത്താണ് ടേക്ക് ഓഫ് എന്നുള്ള സിനിമയിൽ സമീറ എന്ന് പറഞ്ഞ ക്യാരക്ടർ കണ്ട് ഭയങ്കരമായിട്ട്, പാർവതി ചേച്ചി, അത് ഭയങ്കരമായിട്ട് അവിടുന്ന് പിന്നെ വേറൊരു ലെവലിലോട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. For me, ഞാൻ accidental actor. Really. When we were doing some art production in Telugu, so one of the actors didn't show up. It's a very small role. Then the director said like, sir, please, because I have given some interviews for Tantiram, for my first movie which released. So your face is correctly, it will set for this thing. So just try it. I was like, I'm a director, I'm a producer. So I have something which is behind the camera. I can't be before the camera. Then he requested, he said like, there is no dialogues. You just stand there and do something which I said. I did it. Then later, after that, all my projects, they have started approaching me that there is a role. Then I thought like, okay, I shouldn't be something like in movies you see, you can identify the producer. You see that they'll be just coming in, something like that. So I don't want to be like that. So I went to Adishakti.
the Tovino Thomas went, right? And some Telugu big actors, Tamil big actors, they went there, Pondicherry. So I have learned the acting workshops and all it's a very intense acting workshop there. Okay. And I have also learned from that Eugene's this thing. And then I started as an actor, and that went off very good. For me, you said the Nayaka means hero, heroine, right? Yes. There was a reality show Oh, reality show. in Kerala. She For was me- a part of it. Oh, nice. So for me, I am taking Basil Joseph as inspiration. Oh, So I wanted to be like that. I wanted to be like, the family type of roles, those type of things, and then direction also he has the thing. yes, yes. So I wanted to like my thing exactly fits his this thing. So I thought he's my in Malayalam he'll be like my inspiration. So I wanted to be in that steps. Okay. We hope you take that into exact Basil Joseph setup to Telugu. We hope so. Exactly that can be done. ഓക്കെ താങ്ക് യു സോ മച്ച്. അപ്പോൾ May 30th ഹിറ്റ് ചെയ്യാൻ പോകുന്ന മൂവി നല്ലോണം സക്സസ്ഫുള്ളി റൺ ആവട്ടെ. വിഷിംഗ് യു ഗൈസ് ഓൾ ദ ബെസ്റ്റ്. Thank you. Thank you.